ഡിഫൻസ് ജോബ്സിനും ഗവൺമെൻറ് എക്സാംസിനും റിപ്പീറ്റഡായി ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണിത്. സോൾവ് ദ ഫോളോയിങ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ എന്താ, റൂട്ട് ഓഫ് 0.4 ബാർ. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. റൂട്ട് ഓഫ് 0.4 നമുക്കറിയാം എന്താണ്, റൂട്ട് ഓഫ് 4 നമുക്കറിയാം 2 ആണെന്ന്. പക്ഷേ റൂട്ട് ഓഫ് 0.4 ഉണ്ട്, മേലെ എന്താണ്, മേലെ ഒരു ബാറും ഉണ്ട്. മേലെ ഒരു ബാർ ഉണ്ടെങ്കിൽ എന്താണ്, ഏത് നമ്പറിലാണോ ബാർ ആ നമ്പർ റിപ്പീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ 0.4 ബാർ അല്ലേ, 4ന് മേലെ ബാർ, അപ്പോൾ 0.444444 അങ്ങനെയാണ്. അതായത് 0.4 ബാർ പറയുമ്പോൾ 0.4444 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് സംഭവം. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ആക്കുക പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അത് എഴുതുക, റൂട്ട് ഓഫ് 0.4 ബാർ. അതായത് ഇത് ആക്ച്വലി എന്താണ്, 0.4444 ആണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് സോൾവ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 2/9, 2/5, 2/3, 4/5 അങ്ങനെയാണ് ഓപ്ഷൻസിൽ. അപ്പോൾ നമ്മൾ ആ ടൈപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഓഫിൻ്റെ ഉള്ളിലുള്ള ഈ നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ് വിചാരിച്ചോ. എക്സ് ഈസ് ഈക്വൽ ടു 0.4 ബാർ. ഓക്കെ, ഇനി 10x എന്തായിരിക്കും? 10x പറയുമ്പോൾ ഇവിടെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എക്സിൻ്റെ പകരം നമ്മൾ 10x എഴുതി, അതായത് 10 മൾട്ടിപ്ലൈ ചെയ്തെഴുതി. 10x പറയുമ്പോൾ എന്താണ്, 10 × x ആണ്, നമ്മൾ എഴുതുന്നില്ല തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ 10x ആയപ്പോൾ ഇവിടെ എന്തായി, ഇവിടെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 0.4 ബാർ ഇൻറ്റു 10. ഇനി വീണ്ടും തന്നെ അടുത്തെഴുതുക, 10x ഈസ് ഈക്വൽ ടു 0.4 ബാർ ഇൻറ്റു 10 പറയുമ്പോൾ എന്താണ് ശരിക്കും, 0.4 ഇൻറ്റു 10 പറയുമ്പോൾ 4 ഇവിടെ എന്താ, ഇവിടെ 4.4 എന്ന് വരും. മേലെ ഒരു ബാറും ഇട്ട് വയ്ക്കാം. കാരണം എന്താണ്, ഈ 0.4 ബാർ പറയുമ്പോൾ ഈ 4 ഞാൻ റിപ്പീറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 4.4 എന്ന് വന്നത്, മേലെ ഒരു ബാറും കൂടി. കാരണം ഇത് ഇൻഫിനിറ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 10x ഈസ് ഈക്വൽ ടു 4.4 ബാർ. അപ്പോൾ ഇതുവരെ മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയുമ്പോൾ 10x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 4.4 ബാർ മൈനസ് എക്സ് ഇങ്ങനെ എഴുതുകയാണ്. അതായത് ഈ 10x നിന്ന് ഒരു എക്സ് കുറയ്ക്കുക. എക്സ് പറയുമ്പോൾ എന്താ, എക്സ് പറയുമ്പോൾ ഇതാണ് 0.4 ബാർ. 10x നിന്ന് ഈ എക്സ് എന്തിനാ കുറയ്ക്കുന്നത് പറഞ്ഞാൽ ഈ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണം പറഞ്ഞിട്ട് ഇതില്ല. നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമാണ്. ഇങ്ങനത്തെ ഏത് മോഡൽ വന്നാലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. 10x എടുക്കണം, എന്നിട്ട് 10x നിന്ന് ഒരു എക്സ് കുറയ്ക്കണം, എന്നിട്ട് ഇങ്ങനെ ചെയ്യണം. പല മോഡൽ വരും. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ 10x നിന്ന് എക്സ് കുറച്ച് എന്താ, 9x. ഇനി 4.4 ബാർ മൈനസ് എക്സ് എന്താ, എക്സ് പറയുമ്പോൾ 0.4 ബാർ. അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ എഴുതാം നമുക്ക്. 9x ഈസ് ഈക്വൽ ടു 4.4 ബാർ മൈനസ് 0.4 ബാർ പറയുമ്പോൾ എന്താ, 4 അല്ലേ. 4.4 ബാറിന്ന് 0.4 ബാർ മൈനസ് ആക്കി കളഞ്ഞാൽ 4 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ബാർ അഥവാ ഇൻഫിനിറ്റ് പോയിന്റ് ശേഷമുള്ള ഈ ഇൻഫിനിറ്റ് നമ്പർ നമുക്ക് ഒഴിവായി കിട്ടി. നമുക്ക് ജസ്റ്റ് 4 ആയിട്ട് മാത്രം കിട്ടി. ഇനി 9x ഈസ് ഈക്വൽ ടു 4 ആണ്. ഇനി എക്സ് ഈസ് ഈക്വൽ ടു എന്താ, 4/9. എക്സിൻ്റെ വാല്യൂ നമുക്ക് 4/9 ആണ് കിട്ടി. പക്ഷേ ഓപ്ഷൻസിൽ നോക്കുമ്പോൾ നമുക്ക് 4/9 കാണുന്നില്ല. കാരണം എന്താണ്, നമ്മൾ എക്സ് അല്ലേ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താ, റൂട്ട് എക്സ് അല്ലേ. നമ്മൾ ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഇത് മാത്രം നമ്മൾ സോൾവ് ആക്കിയത്, സിമ്പിളാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മാത്രമാണ്, റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഈ സംഖ്യനെ മാത്രമാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തിയത്. നമ്മളിനി മേലുള്ള റൂട്ടും കൂടി എഴുതണം. അപ്പോൾ ശരിക്കും ഉത്തരം എന്താ, റൂട്ട് എക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 4/9 എന്നാകും. റൂട്ട് ഓഫ് 4/9 പറയുമ്പോൾ റൂട്ട് 4 ഡിവൈഡഡ് ബൈ റൂട്ട് 9. റൂട്ട് 4 എന്താ 2, റൂട്ട് 9 എന്താ 3. അപ്പോൾ ഓപ്ഷൻസിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. താങ്ക് യു.